ഹായ് എവ്രി വൺ, അസ്സലാമു അലൈക്കും. എല്ലാവർക്കും നമസ്കാരം. വെൽക്കം ടു ഹാദിയസ് വേൾഡ്. ഇനി ഞാനൊരു ചക്കപ്പൊരിയുടെ റെസിപ്പി ആയിട്ടാണ് വന്നിട്ടുള്ളത്. ചക്കപ്പൊരി എന്ന് പറയുമ്പോൾ നമ്മൾ പഴംപൊരിയൊക്കെ കഴിച്ചിട്ടുണ്ട്, ആ ഒരു സ്റ്റൈലാണ്. പക്ഷേ ഡിഫറെൻ്റായിട്ട് എല്ലാവരും പഴംപൊരിയിലായിരിക്കും അങ്ങനെ ചെയ്തിട്ടുണ്ടാവുക. അപ്പോൾ നമുക്കിപ്പോൾ നമ്മുടെ നാട്ടിൽ ചക്കയുടെ ഒരു കാലമാണ്. അപ്പോൾ എല്ലാവരുടെ വീട്ടിലും അല്ലെങ്കിൽ അയൽവക്കത്തോ ആയിട്ടൊക്കെ ഇപ്പോൾ ചക്ക പച്ചയായിട്ടും പഴുത്തിട്ടായിട്ടൊക്കെ നമുക്കിപ്പോൾ കിട്ടാൻ തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ നിങ്ങളെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന ഒരു രീതിയിലാണ് ഉണ്ടാക്കിയിട്ടുള്ളത്. നല്ല വെറൈറ്റി ആയിട്ടാണ് ഉണ്ടാക്കിയിട്ടുള്ളത്. നല്ല ടേസ്റ്റിയാണ് കേട്ടോ ഇത് കഴിക്കാൻ വേണ്ടിയിട്ട്. നിങ്ങളാരും ട്രൈ ചെയ്ത് നോക്കിയിട്ടുണ്ടാവില്ല ഇങ്ങനെ ചക്കയുടെ റെസിപ്പിയിൽ. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. അപ്പോൾ വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പായിട്ട് നിങ്ങൾ എൻ്റെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അതുപോലെ ഒരു ബെല്ലൈക്കൺ ഉണ്ടാവും, അതുകൂടി ഒന്ന് ക്ലിക്ക് ചെയ്യണേ. എന്നാൽ മാത്രമേ ഞാൻ അടുത്ത വീഡിയോ ഇടുമ്പോൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് വേഗം തന്നെ കിട്ടുള്ളൂ. അപ്പോൾ നമുക്ക് ആദ്യമായിട്ട് ചക്ക ഒന്ന് കട്ട് ചെയ്തിട്ട് അതിൻ്റെ ചക്കയുടെ ഓരോന്നായിട്ട് അല്ലികളായിട്ട് എടുത്ത് മാറ്റാം. പിന്നെ ഞാൻ എല്ലാവരോടും പറയണം, ഇപ്പോൾ വീട്ടിലെല്ലാവരും വെറുതെ ഇരിക്കുകയാണ്, അപ്പോൾ നിങ്ങളിതൊക്കെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ചക്കയുടെ കുറേ വിഭവങ്ങളുണ്ട്. അപ്പോൾ എല്ലാവരും ഈ ചക്കപ്പൊരി ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം എന്തായാലും. എന്നിട്ട് ഫീഡ്ബാക്ക് അറിയിക്കണം. നിങ്ങൾക്ക് എന്തായാലും ഇഷ്ടപ്പെടുന്ന ഒരു രീതിയിലാണ് ഇത് ഉണ്ടാക്കിയിട്ടുള്ളത്. അപ്പോൾ ഞാനങ്ങനെ ചക്കയിൽ നിന്ന് അതൊക്കെ വേർപ്പെടുത്തി വെച്ചിട്ടുണ്ട്. എന്നിട്ട് നമ്മുടെ ഇതുപോലെ ഇതിൽ നിന്ന് കുരു മാത്രമായിട്ട് മാറ്റിയെടുക്കാം. 2 പീസാക്കിയിട്ട് വേണമെങ്കിലും ഇടാം. ഞാനിപ്പോൾ ഇവിടെ ഇങ്ങനെ ഇതിൽ നിന്ന് കുരു മാത്രം കളഞ്ഞിട്ട് ഇതുപോലെ എടുക്കുകയാണ്. പിന്നെ നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് എത്ര വേണ്ട വെച്ചാൽ അതിനനുസരിച്ചിട്ട് ചക്ക എടുക്കുക. അപ്പോൾ ഇതിലൊരു അളവൊന്നും പറയണില്ല എത്ര ചക്ക വേണമെന്നൊന്നും. നിങ്ങളെ ആളുകൾക്കനുസരിച്ച് എത്ര വെച്ചാൽ ആവശ്യമുള്ളത് എടുക്കുക. ഞാനിപ്പോൾ ഈ ഒരു പാത്രത്തിന് ഫുള്ളായിട്ട് എടുത്തിട്ടുണ്ട്. ചക്കയുടെ കുരുവൊക്കെ കളഞ്ഞിട്ട് ഞാനിവിടെ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്കൊരു മസാല ആവശ്യമുണ്ട്. അപ്പോൾ അതെങ്ങനെ ഉണ്ടാക്കുക നോക്കാം. അതിലേക്ക് വേണ്ട ഇൻഗ്രീഡിയൻസ് ഇതൊക്കെയാണ്. 1 കപ്പ് മൈദ എടുത്തിട്ടുണ്ട്. അതുപോലെ 1.5 ടേബിൾ സ്പൂണ് നല്ല ജീരകമാണ് എടുത്തിട്ടുള്ളത്. പൊടിയല്ല, നല്ല ജീരകം തന്നെയാണ് എടുത്തിട്ടുള്ളത്, ചെറിയ ജീരകം. പിന്നെ ആവശ്യത്തിന് പഞ്ചസാര. ഞാനൊരു 4-5 ടേബിൾ സ്പൂണോളം പഞ്ചസാര എടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് നിങ്ങളുടെ ആവശ്യത്തിന് മധുരത്തിനനുസരിച്ചിട്ട് ഇട്ട് കൊടുക്കുക. നമ്മളെ ചക്ക നല്ല മധുരം ഉള്ളതാണെന്നുണ്ടെങ്കിൽ അതിനനുസരിച്ചിട്ട് പഞ്ചസാര ഇട്ട് കൊടുത്താൽ മതി. അപ്പോൾ നമ്മുടെ മാവ് തയ്യാറാക്കാൻ വേണ്ടിയിട്ട് നമ്മളൊരു പാത്രം എടുത്തിട്ട് അതിലേക്ക് 1 കപ്പ് മൈദയാണ് ഞാൻ എടുത്തിട്ടുള്ളത്. അത് ഇതിലേക്ക് ഇട്ട് കൊടുക്കുക. അതിനുശേഷം ഞാനിവിടെ നേരത്തെ നിങ്ങൾക്ക് മഞ്ഞൾപ്പൊടി കാണിച്ചു തരാൻ മറന്നതാണ്, അതും കൂടി ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാനുണ്ട്. 1 ടീസ്പൂണ് മഞ്ഞൾപ്പൊടി ആഡ് ചെയ്ത് കൊടുക്കുക. ഇത് നമ്മളൊരു കളറ് കിട്ടാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്യുന്നത്. അപ്പോൾ നല്ലൊരു കളറായിരിക്കും നമ്മുടെ ചക്കപ്പൊരി ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടിയിട്ട്. പിന്നെ ഇതിലേക്ക് നേരത്തെ എടുത്ത് വെച്ച ചെറിയ ജീരകം ഫുള്ളായിട്ട് തന്നെ ഇട്ട് കൊടുക്കുക. നല്ല ടേസ്റ്റാണ് ഇതിങ്ങനെ കടിക്കുമ്പോൾ, ചെറിയ ജീരകം. പിന്നെ ആവശ്യത്തിന് പഞ്ചസാര ഞാൻ ആദ്യം ഒന്ന് ഇട്ട് കൊടുത്തിട്ട് മധുരത്തിനനുസരിച്ചിട്ടാണ് പിന്നെ മധുരം ആഡ് ചെയ്ത് കൊടുക്കുന്നത്. അപ്പോൾ ഞാനൊരു 2 ടേബിൾ സ്പൂണോളം പഞ്ചസാര ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി കുറേശ്ശെ ആയിട്ട് വെള്ളം ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് നമ്മൾ പഴംപൊരിയൊക്കെ ഉണ്ടാക്കുമ്പോൾ ഉള്ള ആ ഒരു പരുവത്തിൽ ആക്കിയെടുക്കാം. ആ ഒരു കൺസിസ്റ്റൻസി തന്നെയാണ് ഇതിലേക്ക് വേണ്ടത്. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. സാവധാനം വെള്ളം നമുക്ക് ആവശ്യത്തിനനുസരിച്ചിട്ട് ആഡ് ചെയ്ത് കൊടുത്താൽ മതി. ഞാനിപ്പോൾ കുറച്ചുകൂടി മധുരം ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അപ്പം നോക്കുമ്പം കുറച്ച് മധുരത്തിൻ്റെ കമ്മിയുള്ളത് പോലെ തോന്നുന്നുണ്ട്. ശരിക്കും നല്ല മധുരവും കൂടി വേണം കേട്ടോ, നല്ല ടേസ്റ്റ് ഉണ്ടാവും നമ്മുടെ ചക്കപ്പൊരി. പിന്നെ കുറച്ചുകൂടി വെള്ളം കൂടി ആഡ് ചെയ്ത് കൊടുക്കുന്നത് നല്ലൊരു സോഫ്റ്റായിട്ടുള്ളൊരു മാവ്. അപ്പോൾ നമ്മളിത് റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് നമ്മുടെ ചക്ക ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. കുരുവൊക്കെ കളഞ്ഞിട്ടുള്ള ചക്കയാണിത്. ഇനി നമുക്ക് ചക്കയും നമ്മുടെ മാവും കൂടി നന്നായിട്ടൊന്ന് മുങ്ങി വരുന്ന രീതിയിലൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഞാൻ നന്നായിട്ട് തന്നെ മിക്സ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഈ ഒരു മാവ് നമ്മൾ കുറച്ച് നേരം ഒരു 10 മിനിറ്റോളം ഇങ്ങനെ വെച്ചാൽ ഇത് നന്നായിട്ട് ഈ മാവ് നമ്മുടെ ചക്കയിൽ നന്നായിട്ട് പിടിക്കും. അപ്പോൾ നമുക്ക് പൊരിക്കാൻ വേണ്ടിയിട്ട് എണ്ണയിലേക്ക് ഇടുമ്പോൾ ഇത് പിന്നെ ഈ ചക്കയിൽ തന്നെ മാവ് നന്നായിട്ട് പിടിച്ചിട്ടുണ്ടാവും. ഇനി നമുക്ക് ഇത് ഫ്രൈ ചെയ്തെടുക്കാം. ഒരു പാൻ വെച്ച് കൊടുത്തിട്ട് ഞാനിപ്പോൾ വെളിച്ചെണ്ണയിലാണ് ഇത് പൊരിച്ചെടുക്കുന്നത്. നല്ല ടേസ്റ്റാണ് കേട്ടോ വെളിച്ചെണ്ണയിൽ പൊരിക്കാൻ വേണ്ടിയിട്ട്. പിന്നെ എണ്ണേക്കാട്ടിൽ നല്ലത് വെളിച്ചെണ്ണ തന്നെയാണ്.
അപ്പോൾ ഞാൻ ഇത് നന്നായിട്ട് വറുത്ത് കോരിയെടുക്കാൻ വേണ്ടിയിട്ട് വെളിച്ചെണ്ണ ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. വെളിച്ചെണ്ണ ചൂടായതിന് ശേഷം നമുക്ക് നമ്മുടെ ചക്ക ഓരോന്നായിട്ട് ഇട്ട് കൊടുക്കാം. വെളിച്ചെണ്ണ ആയതുകൊണ്ടാണ് കേട്ടോ ഇതിങ്ങനെ പതഞ്ഞിട്ട് വരുന്നത്. കുറച്ച് കഴിഞ്ഞാൽ ഈ പതയൊക്കെ ഇങ്ങനെ മാറിയിട്ട് നല്ല തെളിഞ്ഞ് തന്നെ നിൽക്കും. അങ്ങനെ ഓരോന്നായിട്ട് നമുക്ക് ചക്ക ഈ വെളിച്ചെണ്ണയിലേക്ക് ഇട്ട് കൊടുക്കാം. അപ്പോൾ നമ്മൾ വെളിച്ചെണ്ണയൊക്കെ നന്നായിട്ട് തെളിഞ്ഞു വന്നിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ ചക്കപ്പൊരി റെഡി ആയിട്ടുണ്ട്. ഞാനിങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ മറിച്ചിട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ നമുക്ക് ഈ ഒരു ഫ്രൈ ഉണ്ടാക്കുമ്പോൾ നല്ല ഡീപ്പ് ഫ്രൈ ആയിട്ട് കഴിക്കുമ്പോഴാണ് നല്ല ടേസ്റ്റ് കിട്ടും. അപ്പോൾ അങ്ങനെ തന്നെ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് നോക്കുക. ജസ്റ്റ് ഒന്ന് ഫ്രൈ ആക്കി എടുക്കുകയല്ല, ജസ്റ്റ് ഫ്രൈ ആക്കുമ്പോൾ ഒരു ടേസ്റ്റ് കിട്ടില്ല. നന്നായിട്ടും ഫ്രൈ ആകുമ്പോൾ നല്ലൊരു ക്രിസ്പി സ്റ്റൈലാകുമ്പോഴാണ് ചക്കപ്പൊരി കഴിക്കുമ്പോൾ നല്ല രസമായിട്ട് തോന്നുന്നത്. എനിക്ക് അങ്ങനെയാണ് ഫീൽ ചെയ്തത്. അങ്ങനെ ബാക്കിയുള്ള ചക്കയും കൂടി ഞാനിങ്ങനെ ഫ്രൈ ചെയ്തെടുക്കുന്നുണ്ട്. അപ്പോൾ അങ്ങനെ എല്ലാം ഫ്രൈ ചെയ്തിട്ടുണ്ട്. നന്നായിട്ട് ഫ്രൈ ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് നോക്കുക. അപ്പോൾ അങ്ങനെയായിരിക്കും നല്ല ടേസ്റ്റ്. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഈ ചക്കപ്പൊരി ഇഷ്ടമായി ഉണ്ടാവും എന്ന് വിചാരിക്കണം. ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും കമൻസിലൂടെ അറിയിക്കാനും മറക്കരുത്. ഇനിയും ചക്കയുടെ വിഭവങ്ങളുമായി വീണ്ടും വരും. അതുവരേക്കും ബൈ ഫ്രം ഹാദിയാസ് വേൾഡ്. അസ്സലാമു അലൈക്കും.